ഷുവർട്ടിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ചെറിയമ്മയില്ലേ ആനന്ദ ഭൈരവി മേഡത്തോടൊന്ന് തരാൻ പറ. ലോൺ പ്രോസസ്സ് നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാം. എന്നുവെച്ചാ അവരുടെ വാക്കിനുള്ള വില ഞങ്ങളുടെ വാക്കിനില്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ. ആനന്ദ ഭൈരവി മേഡം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാ നിങ്ങൾ ആരാണെന്ന് അറിയില്ലല്ലോ. നിങ്ങൾക്ക് ലോൺ വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഷുവർട്ടി ആയിട്ട് നൽകണം. അല്ലെങ്കിൽ ആനന്ദ ഭൈരവി മേഡത്തിൻ്റെ വാക്ക് ഒരു ഷുവർട്ടി ആയിട്ട് തന്നാലും മതി. അതർവൈസ് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. പോവാം രോഹിത്. ഷുവർട്ടി ഇല്ലാന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആനന്ദ ഭൈരവി മേഡത്തിനോടൊന്ന് പറയാൻ പറ. അവരൊരു വാക്ക് പറഞ്ഞ 1 കോടിയല്ല, എത്ര കോടി വേണമെങ്കിലും തരാം. അങ്ങനെയല്ല സെഡ്ജി, ചെറിയമ്മയുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് തന്നെ. ഇത് നോക്കിയ സാറേ, നമുക്ക് പലിശ നോക്കി കടം കൊടുക്കുന്ന ഒരു പരിപാടിയാ. പലിശയൊക്കെ എങ്ങനെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഒരു വിശ്വാസമൊക്കെ വേണ്ടേ? അതിനാ ആനന്ദ ഭൈരവി മേഡത്തിനോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇറങ്ങാം. രോഹിത്, പോവാം. അത് പിന്നെ സാറേ, വായോണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ആരും കടം തരില്ല. ഇനി കൊടുക്കണമെങ്കിൽ തന്നെ അത് ആ മേഡം പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാ. അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോണില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്ക, വെറുതെ സമയം കളയണ്ട. വാ രോഹിത്. വരൂ സാറേ. വളരെ നന്ദിയുണ്ട് സെഡ്ജി. ഞാൻ പറഞ്ഞു തന്ന ഡയലോഗ് കൂടാതെ പിന്നൊരു നല്ല ഡയലോഗ് കൂടി നിങ്ങൾ ആഡ് ചെയ്തങ്ങ് പറഞ്ഞല്ലോ. ആനന്ദ ഭൈരവി പറഞ്ഞില്ലെങ്കിൽ എവിടുന്നും കടം കിട്ടൂലെന്ന്. ഈ അപമാനത്തിന് ശേഷം അവരെവിടെ പോയി സഹായം ചോദിച്ചാലും ശരി, കടം കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് അവർക്ക് നന്നായി മനസ്സിലാകും. ആനന്ദ ഭൈരവിയുടെ അടുത്ത് പോയി അവർക്ക് കൈനീട്ടാൻ പറ്റില്ലാത്തത് കൊണ്ട് ആപത്ത് സമയത്ത് കൈ കൊടുക്കുന്ന ദൈവത്തിനെ പോലെ ഞാൻ മാത്രമേ അവർക്കൊരു സഹായമായിട്ടുണ്ടാവൂ. എവിടെ പോയാലും ഇത് തന്നെ പറയുന്നേ, ഷുവറിറ്റി ഇല്ലാതെ കടം തരില്ലാന്ന്. പക്ഷെ ആ ആനന്ദ ഭൈരവിയുടെ ഒരു വാക്കുണ്ടെങ്കിൽ ഷുവറിറ്റി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന്. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നല്ലേന്ന് വെച്ചാ ഞാൻ മിണ്ടാതിരുന്നത്. അവരുടെ റെക്കമെൻഡേഷൻ നമുക്കില്ലെങ്കിൽ നിനക്ക് കടം കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ ആ സേട്ടിന്റെ പല്ലടിച്ച് കൊഴിക്കാൻ തോന്നിയിരിക്കും. മതി, ഒന്ന് നിർത്ത് പ്രീതി. ഒരു ഷുവർട്ടി ഇല്ലാതെ 1 കോടി രൂപ ആര് തരാനാ? അതാണ് അവരും പറഞ്ഞത്. അവരിത് പറഞ്ഞതല്ല, അവരുടെ പിന്നിലുള്ള നിങ്ങളുടെ ചെറിയമ്മ പറയിപ്പിക്കുന്നതാ. എന്റെ ചെറിയമ്മയോ? അതെ. അല്ലെങ്കിൽ പിന്നെ ആരോ പറഞ്ഞു കൊടുത്തതുപോലെ എല്ലാവരും ഒരേ ഡയലോഗ് എങ്ങനെ പറയാനാ? അവർക്ക് നമ്മള് ഇൻഡിവിജ്വലായി മുന്നേറുന്നത് ഇഷ്ടമല്ല. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾക്കുള്ള ഷെയർ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴോ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ശ്രമിച്ചോണ്ടിരിക്കുമ്പോ അതും അവരായിട്ട് തന്നെ തടയാൻ നോക്ക. ഇങ്ങനെ വട്ടം തിരിഞ്ഞ് വെറുത്ത് നമ്മൾ മുന്നേറില്ല. അവരുടെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ കാലിൽ പോയി വീഴണമെന്ന് അവര് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും കഠിന പ്രയത്നം കൊണ്ടുണ്ടായതല്ലേ ഈ രാജ്കോട്ടി സിൽക്സ്. എന്നാ ആ കഷ്ടമൊക്കെ അവരുടെ മാത്രാണെന്ന് പോലെ എല്ലാവരുടെയും മുന്നിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അവരുടെ വാക്കിനല്ലാതെ വീട്ടിലെ മറ്റാരുടെ വാക്കിനും മാർക്കറ്റിലെ ഒരു വില ഇല്ലാതാക്കിയിരിക്കുക. നമ്മളെ രണ്ടുപേരും അവർ വേണമെന്ന് വെച്ച് ബുദ്ധിമുട്ടിക്കുക. നിനക്ക് സമൂഹത്തില് എവിടെ പോയാലും ഒരു വിലയും ഇല്ലാതാക്കിയ നിന്റെ ചെറിയമ്മയ്ക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. അവരുടെ ഔദാര്യം ഇല്ലെങ്കിൽ 0 ആയി തീരുന്നു വിചാരിച്ച് നിന്നെ ഞാനൊരു ഹീറോ ആക്കിയിട്ട് പ്രീതിയുടെ കപ്പാസിറ്റി എന്താന്ന് അവരെ ഞാൻ കാണിച്ചു കൊടുക്കും. വാ. ലഹരി, നിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിർത്തിയേ? പാല് പതഞ്ഞു പോകാതെ നോക്കാനല്ലേ? ഞാൻ നോക്കുന്നുണ്ടല്ലോ വല്യമ്മേ. നീ എന്താ നോക്കുന്നേ? ഫോണോ? അമ്മയുടെ മുമ്പിൽ നീ നല്ല അലർട്ടാണല്ലോ. അമ്മയുടെ കണ്ണും അങ്ങ് തെറ്റിയ പിന്നെ നീ ഫോണിൽ തന്നെയാ. ദേ നോക്ക്, നിന്റെ അമ്മ എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇങ്ങോട്ട് വരുന്ന ഗസ്റ്റുകളെ റിസീവ് ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. വല്യമ്മ അല്ലെങ്കിലും നന്നായിട്ടല്ലേ ഉണ്ടാക്കാറുള്ളൂ. അതൊക്കെ പോട്ട് വല്യമ്മേ, ഇന്ന് വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ആരൊക്കെയാ? നിന്റെ അമ്മയുടെ ചേട്ടനാത്രേ. ചേട്ടനോ? എനിക്കറിയാത്ത എന്റെ അമ്മയുടെ ചേട്ടൻ അത് ആരാ വല്യമ്മേ? നിന്റെ അമ്മയുടെ കോളേജിലെ സീനിയർ ആയിരുന്നത്രേ. സ്വന്തം അനിയത്തിയെ പോലെ നോക്കിയിരുന്നു എന്നാ പറഞ്ഞ്. അവര് ഫാമിലി ആയിട്ടാ വരുന്നത്. നീ അത് വേഗം നോക്ക്. ആ സേമിയ ഇങ്ങെടുത്ത്. ആ ഇങ്ങത്താ. അന്നൊരു ദിവസം ഈ വീട്ടിലേക്ക് ഒരു പരിചയമില്ലാത്തവരെ പോലെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു. ഇപ്പോഴോ ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കാം. അധികം വൈകാതെ തന്നെ നീ ഇവിടുത്തെ മരുമകളായിട്ട് വരും. വരൂന്നേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നമസ്കാരം ആന്റി. നമസ്കാരം ആന്റി. നമസ്തേ മോളെ. സുഖായിരിക്കുന്നോ? ആ സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും എവിടെയാ? വല്യേട്ടാ, ചേച്ചി, എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. അത് ചേട്ടാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ വിശ്വനാഥൻ ചേട്ടനെ പറ്റി, അവരുടെ ഫാമിലി. നമസ്കാരം. നമസ്തേ. അതെന്റെ വല്യേട്ടനാണ്, പേര് മുകുന്ദൻ നായർ. ഇതെന്റെ ചേച്ചി ലീലാവതി, അറിയില്ലേ? ആ അന്ന് അവിടെ ഷോപ്പിൽ വെച്ച് കണ്ടതല്ലേ? അതാണ് എന്റെ മോള് ലഹരി. ഹായ്. ഹായ്. ഈ സാരി അല്ല, ഈ സാരി നമ്മള് ശ്രീശൈലത്തില് ദേവിക്ക് ചാർത്തിയ പുടവയല്ലേ? അതേ ആനന്ദ, അതേ സാരി തന്നെ. അതേന്നെ, ഞങ്ങളന്ന് ശ്രീശൈലം പോയപ്പോ അവിടെ വഴിപാടിന് കൊടുത്തിരുന്ന തുണികളൊക്കെ ലേലത്തിന് വെച്ചിരുന്നു. എന്റെ അനന്യ ചേച്ചിയാ അമ്മയ്ക്ക് ആ സാരി നന്നായിരിക്കുന്നു പറഞ്ഞ് വാങ്ങിക്കൊടുത്തത്. ചേച്ചിക്ക് ഈ ഭക്തി സെന്റിമെന്റ്സ് ഒക്കെ കുറച്ച് അധികമാ. ചേട്ടാ, നമുക്കെല്ലാവർക്കും ഇരുന്ന് കഴിച്ചോണ്ട് സംസാരിക്കാം. ശരിയാവട്ടെ. അല്ല, നിന്റെ മകനെവിടെ? ആ ദർശനോ? ആ അതെ. ഇവിടെ ഉണ്ടല്ലോ. ചേച്ചി മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. സമീറ, ഹലോ. പറയ് സമീര. എവിടെയാ? വീട്ടിലുണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ വേഗം എന്റെ അടുത്തേക്ക് വാ. എന്തിന്? എന്നുവെച്ചാ എന്താന്ന് പറയാതെ എന്റെ അടുത്തേക്ക് വരില്ലല്ലേ? അതല്ലെന്നേ. എന്നാ വേഗം റെഡിയായി വന്നേ. ദർശൻ,
ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, വേഗം റെഡിയായി വാ. ആ, ഞാൻ വന്നേക്കാം. നീ ആരോടാ വരാന്ന് പറഞ്ഞത്? ആ, അത് സാം, US നമ്മുടെ ബ്രാഞ്ച് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവല്ലേ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. വീട്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനൊക്കെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്താനിരിക്കുക അമ്മ. ഇപ്പോഴോ? ഇപ്പൊ പരിചയപ്പെടാനായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോവും. അമ്മ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേക്കാം. പ്ലീസ്, ഞാൻ ഓൾറെഡി പോയി എന്നൊന്ന് പറഞ്ഞാൽ മതി. പ്ലീസ് വല്യമ്മ, എന്തെങ്കിലും പറഞ്ഞൊന്ന് മാനേജ് ചെയ്യുന്നേ. ദേ നോക്കിയേ, അവർ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് സംസാരിക്കണം. എന്തെങ്കിലും പറഞ്ഞൊന്ന് മാനേജ് ചെയ്യുന്നേ. ശരി. അവനെ ഇവിടെ എങ്ങൊന്നും കാണുന്നില്ല ആനന്ദ. ഇവിടെ ഇല്ലെന്നോ? എവിടെ പോയിരിക്കുക? ഇവിടെ ഉണ്ടാകണ്ടല്ലേ? അത് 25th ആനിവേഴ്സറിക്ക് US ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? ആ കാര്യത്തിന് എന്തോ പുറത്തു പോയെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഒന്നും വിചാരിക്കില്ലേ ഏട്ടാ. അടുത്ത ആഴ്ച രാജ്കോട്ടി സിൽക്സിന്റെ 25th ആനിവേഴ്സറി നടക്കാനിരിക്കുകയാണ്. അതൊരു വലിയ ഇവന്റ് പോലെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവൻ ചിലപ്പോ അതിന്റെ തിരക്കിലായിരിക്കും. ആന്റി, അതുപോലെ എന്തെങ്കിലും പുതുതായി പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ എന്റെ ചേച്ചിയുടെ കയ്യിലുണ്ട്. എന്താ? അവളുടെ തോട്ട്സ് ഒക്കെ വളരെ നല്ലതാ. അങ്ങനെയാണോ? അതെ ആന്റി. അങ്ങനെയാണെങ്കിൽ ഇവന്റില് നീയും കൂടി ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാനോ? തീർച്ചയായും ആന്റി. അത് പോട്ടെ, ആ ചെറിയവന്റെ കാര്യം ശരി. മൂത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനെവിടെ? അത് നമുക്ക് കഴിച്ചതിന് ശേഷം ഇരുന്ന് സംസാരിക്കാൻ ചേട്ടാ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കൂ. ചെറിയമ്മയല്ലേ പറഞ്ഞത് രോഹിത് ഈ വീട്ടിലെ അവകാശിയാണെന്ന്? അങ്ങനെ ആവുമ്പോ ഇവന് സ്വത്തിന്റെ പങ്ക് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇതൊക്കെയാണ് ചേട്ടാ നടന്നത്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇവിടെ എല്ലാരും വലിയ വിഷമത്തിലാണ്. ഇപ്പോ അവൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോവാന്ന് പറയുന്നത് കേട്ടു. ഇത്രയും ആളുകൾ അവനുണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ
പണത്തിനു വേണ്ടി ഓരോരുത്തരുടെയും അടുത്ത് പോയി കൈ നീട്ടി നടക്കുവാണെന്നാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്കൊക്കെ വലിയ വേദനയാണത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ അവനെ മീറ്റ് ചെയ്ത് അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം. തീർച്ചയായും ആനന്ദ. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്നിങ്ങ് വന്നേ. ഇനി മുതല് രാജ്കോട്ടി സിൽക്സിന്റെ നമ്മുടെ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ലീഗൽ അഡ്വൈസറായിട്ട് വിശ്വനാഥൻ ചേട്ടൻ കൂടെ ഉണ്ടാവും. നിനക്ക് എൻ്റെ മേലെയുള്ള ഈ വിശ്വാസത്തെ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും ആനന്ദ. ശരി, എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നമസ്കാരം രോഹിത് മോനെ. നമസ്കാരം ചേട്ടാ. നിങ്ങൾ ഞാൻ ആരാണെന്ന് മോന് മനസ്സിലായി കാണില്ല. പക്ഷെ ആനന്ദ ഭൈരവി നിന്റെ ചെറിയമ്മയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പേര് വിശ്വനാഥൻ, അഡ്വക്കേറ്റ് വിശ്വനാഥൻ എന്ന് പറയും. അകത്തേക്ക് ഇരിക്കാം സാർ. ഇരിക്കൂ സാർ. താങ്ക് യു. പറയൂ സാർ, എന്തിനാണ് വന്നത്? നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനായി അന്വേഷിക്കുകയാണെന്ന് നിന്റെ ചെറിയമ്മ അറിഞ്ഞിട്ടുണ്ട് മോനെ. എൻ്റെ മോൻ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടുന്നത്? ആ പൈസ ഞാൻ തന്നെ തന്നേക്കാമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് എന്നെ അയച്ചത്. അത് വേണ്ട സാർ. ആരുടെയും ദയവും ദാക്ഷിണ്യവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിച്ചോളാം. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ അവർക്ക് വിഷമമായിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ശരി, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിന് നിന്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ആരുടെ അടുത്തു നിന്നാണെങ്കിലും അത് കടമായിട്ട് തന്നെയല്ലേ വാങ്ങേണ്ടത്. ആ കടം നിന്റെ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയാൽ നിനക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. അവർക്ക് കുറച്ച് സമാധാനം കിട്ടിയതുപോലെ ഉണ്ടാവുമല്ലോ. മക്കൾ കഷ്ടപ്പെടുമ്പോൾ ഒരമ്മയ്ക്ക് എത്രത്തോളം വേദന ഉണ്ടാവുമെന്നറിയോ? നിങ്ങളിവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ നിന്റെ ചെറിയമ്മ വേദനിക്കാതിരിക്കുക എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നീ തന്നെ പറയും. ആക്ച്വലി എന്ത് നടന്നതെന്ന് സാറിന് അറിയാത്തോണ്ടാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സാറിനത് മനസ്സിലാവില്ല. എത്ര വേണ്ടെന്ന് വെച്ചാലും നിങ്ങളെല്ലാം ഒരേ കുടുംബം തന്നെയല്ലേ. പൈസ ഇല്ലെന്ന് പറയുമല്ലേ, ഒരു മുതിർന്ന ആളായതുകൊണ്ട് പറയുക. ഞാൻ പറയുന്നത് കേൾക്ക്. ചെറിയമ്മയുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എന്തു പറയുന്നു? ഓക്കെ, ഞാൻ പോവാ. ചെറിയമ്മയുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്ന വിവരം ഒരിക്കലും പ്രീതി അറിയാൻ പാടില്ല. എന്താ രോഹിത്, എന്താ പറ്റിയത്? ഏയ് അതൊന്നുമില്ല. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസോ? എന്താ അത്? നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി പൈസയ്ക്കായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാ നമുക്ക് പൈസ എവിടുന്നും കിട്ടുന്നില്ലല്ലോ. പണം കിട്ടി പ്രീതി. എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയലി? അതെ പ്രീതി, മുഴുവൻ അവൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഒരുപാട് ആഗ്രഹിച്ച എന്ത് കാര്യമായാലും നടക്കുന്നു. പ്രീതി, നീ ആർക്കാ ഫോൺ ചെയ്യുന്നേ?
ആ എന്റെ ശത്രുവിന്. ഹലോ, ആനന്ദ ഭൈരവിയാണ് സംസാരിക്കുന്നത്. അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാ വിളിച്ചത്. പ്രീതി, ആഹാ, വിളിക്കുമ്പോ മാത്രം എവിടെയില്ലാത്ത സ്നേഹം വാത്സല്യമൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാ നിങ്ങളുടെ മനസ്സിലോ ആ സ്നേഹം ഒട്ടുമില്ല.